ഒരു മകൻ അപ്പൻ്റെ സ്നേഹം വിട്ട്, അപ്പൻ്റെ സ്വാതന്ത്ര്യം വിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയ ഒരു ഉപമയാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ധൂർത്തപുത്രൻ്റെ ഉപമ. പ്രതീക്ഷകളില്ലാതെയാണ് അവൻ പോകുന്നത്. എന്നിട്ട് അവൻ അപ്പൻ്റെ മുമ്പിലെത്തി. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വീട് വിട്ട് അപ്പൻ്റെ കൺവെട്ടത്തുനിന്ന് ഒരു മകൻ അകന്നുപോയി. പക്ഷെ തിരിച്ചു വന്നപ്പോൾ വചനം തുടങ്ങുന്നത് അവൻ്റെ വാക്ക് കേട്ടിട്ട് ചുംബിച്ച ഒരപ്പൻ്റെ കഥയല്ല, വാക്ക് കേൾക്കുന്നതിന് മുമ്പേ ഓടിച്ചെന്ന് ചുംബിച്ച ഒരപ്പൻ്റെ കഥയാണ്. ഒരു തപസ് കാലത്ത് നമ്മൾ തിരിച്ചു നടക്കേണ്ട ഒരിടം ഏതാണെന്ന് ചോദിച്ചാൽ ആ വീടിൻ്റെ പേര് കുമ്പസാരക്കൂടെന്നാണ്. നമ്മളെല്ലാവരും അനുതാപത്തോടെ അകന്നു പോയ സൗഭാഗ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും കഥകളൊക്കെ തിരിച്ചു പിടിക്കാൻ തിരിച്ചു നടക്കേണ്ട ഇടത്തിൻ്റെ പേര് ഒരു കുമ്പസാരക്കൂടാണ്. അനുദപിക്കുന്ന ഒരു പാപിയോർത്ത് സ്വർഗം സന്തോഷിക്കുമെന്ന് പറഞ്ഞത് നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുതാപത്തെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു സ്വർഗം തന്നെ നമുക്കുണ്ട്. ഇനിയും എന്തുകൊണ്ടാണ് നമ്മളൊക്കെ തിരിച്ചു നടക്കാൻ മടിക്കുന്നത്? നമ്മുടെയൊക്കെ തിരിച്ചുവരവ് സ്വർഗത്തിൻ്റെ ഒരു ആഘോഷമാണ്, ഒരു പെരുന്നാളാണ്. പക്ഷേ ഇപ്പോഴും നമ്മളൊക്കെ ദൂരദേശത്ത് ഒരു പന്നിക്കൂട്ടത്തിലായി നിൽക്കുന്നുവെങ്കിൽ എത്ര വേദനയാണ്. കാത്തിരിക്കാൻ ഒരപ്പനുണ്ട്, സൗഭാഗ്യത്തിൻ്റെ ഒരു വീടുണ്ട്. ഇനിയും തിരിച്ചു നടക്കാൻ നമ്മളൊക്കെ മടി കാണിക്കുന്നുണ്ടെങ്കിൽ എത്ര നാൾ ആ പന്നിക്കൂട്ടത്തിനിടയിൽ നമ്മൾ ജീവിക്കും? നമുക്ക് വേണ്ടി സൗഭാഗ്യത്തിൻ്റെ ഒരു കഥ പറയാൻ ഒരിടമുണ്ട്. ധൈര്യപൂർവ്വം തിരിച്ചു നടക്കാൻ മനസ്സ് കാണിക്കുക. മുട്ടുകുത്തുന്നിടത്ത് അവൻ വാരിപ്പുണരും, ചേർത്ത് വെച്ച് ചുംബിക്കും. പിന്നീട് പറയാനുള്ളതും കേൾക്കാനുള്ളതും വലിയൊരു ആഘോഷത്തിൻ്റെ കഥകളായിരിക്കും.